തുടക്കമാവുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലയാളികളുടെ രാഷ്ട്രീയ പ്രബുദ്ധത വീണ്ടും ചോദ്യം ചെയ്ത് സർക്കാർ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് പിടിക്കാൻ കിറ്റ് രാഷ്ട്രീയം. തുടർച്ചയായുള്ള തിരിച്ചടികൾ മറികടക്കാൻ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വോട്ട് തേടുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അത് അങ്ങനെ ആളിക്കത്തുകയാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആദ്യം PM ശ്രീ അവതരിപ്പിക്കുന്നു. അതിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അടക്കം ഉയർത്തിക്കൊണ്ട് വാഗ്ദാന പെരുമഴ. ഒന്ന് ആലോചിക്കണം, ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് സർക്കാരിൻ്റെ ഈ ലീലാവിലാസങ്ങൾ എന്ന് പറയേണ്ടി വരും. അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു കിറ്റ് രാഷ്ട്രീയം അതൊരു സർക്കാരിൻ്റെ 18ാമത്തെ അടവായി കണക്കാക്കാൻ സാധിക്കുമല്ലേ? അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു 1/2 ഡസനിലടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ വിരുദ്ധ അഭിപ്രായങ്ങൾ വരുന്നു. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തുടരുന്നൊരു സാഹചര്യങ്ങൾ. ഇതിനിടയിലാണ് ഒരു കിറ്റ് രാഷ്ട്രീയം വീണ്ടും നടത്തിക്കൊണ്ട് വീണ്ടും അധികാരം പിടിക്കാനുള്ള ഇടത് സർക്കാരിൻ്റെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഇന്നലെ മൊഴിനീളം വൈകുന്നേരം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ഒരു സംസ്ഥാന ബജറ്റ് എങ്ങനെയാണോ ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത്, സമാനമായ രീതിയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു വാർത്താ സമ്മേളനത്തിനപ്പുറം ഒരു ബജറ്റ് പ്രഖ്യാപന ദിവസമാക്കി ഇന്നലെ വൈകുന്നേരത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തെ മാറ്റി മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നവംബർ 4-ാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറത്തിറങ്ങാൻ പോവുകയാണ്. തീയതി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പറ്റില്ല, വാഗ്ദാനങ്ങൾ പറ്റില്ല, അതൊന്നും നടപ്പിലാക്കാനോ കൊടുക്കാനോ പറ്റില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് നവംബർ 1-ന് പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ആ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളാണ്. കാരണം 2000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. 1-2 പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോഴും സമാനമായുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനം 1600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 400 രൂപ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് എത്തിക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താൻ വേണ്ടി DA അടക്കം നൽകാനും അതിൻ്റെ കുടിശ്ശിക അടക്കം തീർക്കാനുമുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു. ആശാ വർക്കർമാർക്ക് 1000 രൂപ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു പ്രതിമാസം. അതായത് കഴിഞ്ഞ 280 ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധം നടത്തി, സമരം നടത്തി, ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിട്ട് ഒന്നും തന്നെ വർദ്ധിപ്പിക്കാത്ത അവരുടെ ഓണറേറിയം തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ 1000 രൂപ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് എന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണിയിടുന്ന ആശമാരെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അവർക്കുള്ള തുക കൂട്ടുന്നു. ശരിക്കും എന്താണ് ഇതിനൊക്കെ പിന്നിൽ? തീർച്ചയായും വോട്ട് തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏകദേശം മാർച്ചോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അല്ലെങ്കിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരികയും ചെയ്യും. അപ്പോൾ തുടർച്ചയായ ഒരു 2-3 മാസങ്ങൾക്കിടയിൽ വെച്ച് 2 വലിയ തെരഞ്ഞെടുപ്പുകളെ സർക്കാർ നേരിടാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന സാഹചര്യങ്ങൾ, അയ്യപ്പ ഭക്തരെ അടക്കം ചേർത്ത് നിർത്തി വോട്ട് പിടിക്കാൻ ശ്രമങ്ങൾ 3 രീതിയിൽ നടത്തി. പക്ഷേ അതൊന്നും തന്നെ നടപ്പാകാത്തൊരു സാഹചര്യം. ആഗോള അയ്യപ്പ സംഗമം നടത്തി, ചീറ്റിപ്പോയി. തൊട്ടു പിന്നാലെ തന്നെ വിവിധ കേരള സഭ അടക്കമുള്ള നവകേരള സദസ്സ് പോലെയുള്ള സമാനമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അവിടെയൊന്നും ഭക്തരടക്കമുള്ള ആളുകൾ പോലും ഒപ്പമില്ല എന്ന് കണ്ടതോടുകൂടിയാണ് വീണ്ടും ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു 18ാം അടവ് എന്ന രീതിയിൽ തന്നെ കിറ്റ് രാഷ്ട്രീയം വീണ്ടും എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ചോദിക്കുകയും ചെയ്തിരുന്നു, ഈ മാധ്യമ പ്രതിനിധികളടക്കമുള്ളവർ ചോദിച്ചു, ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാണോ CMA എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടുള്ള മറുപടിയാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ എന്ന രീതിയിൽ ഒരു ചിരി മാത്രമാണ് മുഖ്യമന്ത്രി മറുപടിയായി ഒതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വോട്ടും പുറത്തു പോകരുത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടുകൂടി ഏകദേശം കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നുള്ള വോട്ട്, പ്രായമായ ആളുകളിൽ നിന്നുള്ള വോട്ട് പിടിക്കുക, യുവാക്കൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുക, അതായത് ജോലിയില്ലാത്ത ഒപ്പം
ഒപ്പം തന്നെ നൈപുണ്യ വികസനത്തിൻ്റെയൊക്കെ പേരിൽ 1000 രൂപ പ്രതിമാസം അവർക്ക് 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് 1000 രൂപ നൽകുക. അതുവഴി യുവാക്കളുടെ വോട്ട്, അതായത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഈ സഹായം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ 18 വയസ്സിന് മുകളിലുള്ള യുവാക്കളുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെയുണ്ട്. ട്രാൻസ് വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊന്നും ലഭിക്കാത്ത ആളുകളെ ഒപ്പം നിർത്താൻ വേണ്ടി അവർക്ക് പ്രത്യേകമായ 1000 രൂപ സഹായമായി നൽകുന്നത് ട്രാൻസ് വിഭാഗങ്ങളുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രഖ്യാപനം. അപ്പോൾ അവരുടെ വോട്ടും ഉറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സമസ്ത മേഖലയിലും വോട്ട് ഉറപ്പിക്കാനുള്ള നടപടികളാണ് ഈ കിറ്റ് രാഷ്ട്രീയത്തിലൂടെ വീണ്ടും സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നേ ഉള്ളൂ. അതിനിടയിൽ ഇത്ര വലിയൊരു ബാധ്യത സർക്കാർ വാങ്ങി വെക്കണമോ എന്നുള്ളതാണ്. ഏകദേശം 10,000 കോടിയിലധികം രൂപ പ്രതിമാസം ഈ വിവിധ ക്ഷേമ കാര്യങ്ങൾക്ക്, ഈ പുതിയ പ്രഖ്യാപനത്തിനും പഴയ പ്രഖ്യാപനത്തിനും KSRTC അടക്കമുള്ള വിവിധ വകുപ്പുകൾക്കുമൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുമെന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുകയുമാണ്. മറുഭാഗത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസമെങ്കിലും അത് കൃത്യമായി നൽകേണ്ടതായിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നവംബർ 1-ാം തീയതിയോടുകൂടി അത് നിലവിൽ വരും. നവംബർ മാസത്തെ പെൻഷനിലടക്കമുള്ള കാര്യങ്ങളിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും പണം നൽകി വോട്ട് പിടിക്കുക, കിറ്റ് നൽകി വോട്ട് പിടിക്കുക എന്നൊരു നയതന്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷത്തിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്രയധികം തുക എങ്ങനെ കണ്ടെത്തും? പിണറായി സർക്കാർ ഇറങ്ങിയാൽ വരുന്ന സർക്കാരാണ് ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടത്. അതെങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള, ഖജനാവ് കാലിയാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിമർശനങ്ങൾ ഉയരുന്നതിനിടെ വോട്ട് പിടിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ സുരക്ഷാ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു കിറ്റ് രാഷ്ട്രീയം നമ്മൾ കാണേണ്ടത്. യെസ് ശാലിനി, മലയാളികളുടെ രാഷ്ട്രീയ പ്രബുദ്ധത വീണ്ടും ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ. ഇനി ഒരു ചെറിയ ഇടവേള, അതിനുശേഷം വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.